ഒരു അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്ത തുളസി ടീച്ചർ ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുകയാണ്. നമുക്കറിയാം, ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ ശൈശവകാലത്ത് മുതൽ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അംഗൻവാടികൾ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് പോലെ കുറച്ച് കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതല്ല. അതിലുപരി ഒരുപാട് പ്രവർത്തനങ്ങൾ അംഗൻവാടി മുഖേന നടക്കപ്പെടുകയാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു അംഗൻവാടിയിലെ ടീച്ചർക്ക് ലഭിക്കുന്നത് നാമമാത്രമായ തുകയാണ്. പക്ഷെ അതിൻ്റെ എത്രയോ മടങ്ങ് സേവനമാണ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അവർ നിർവഹിക്കുന്നത്. അവരുടെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കൗമാരക്കാരായ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതികളിൽ അവർ പങ്കാളിയാവുന്നു. അവിടെയുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുവാൻ, വയോജനങ്ങളെ സഹായിക്കുവാനുള്ള പദ്ധതികൾ, കൗമാരക്കാരായ കുട്ടികൾക്ക് ആരോഗ്യ പോഷണത്തിന് ഉതകുന്ന പദ്ധതികൾ, ഇപ്പോൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പദ്ധതിയും അംഗൻവാടി മുഖേന നടപ്പാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു സാമൂഹ്യ കേന്ദ്രമായി, ഒരു ഗ്രാമത്തിന്റെ ഒരു സാമൂഹിക കേന്ദ്രമായി എല്ലാ ജനങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, അവരുമായിട്ട് സംവദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമായി അംഗൻവാടികൾ പ്രവർത്തിക്കുകയാണ്. എന്തായാലും 42 വർഷം ആ രംഗത്ത് സ്ഥിരമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ് ശ്രീമതി തുളസി ടീച്ചർ. അവരിന്ന് 42 വർഷം, 4 പതിറ്റാണ്ടിലേറെ, അവരുടെ ജീവിതത്തിന്റെ ഏകദേശം ഒരു 60-70% കാലവും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവർക്ക് സ്നേഹം പകർന്നു നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ്. അവര് പഠിപ്പിച്ച ആളുകളൊക്കെ ഇന്ന് ലോകത്തിന്റെ നാനാ മേഖലകളിൽ, വിവിധ തുറകളിൽ, വിവിധ മേഖലകളിൽ വിരാജിക്കുകയാണ്. അപ്പൊ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തും അല്ലെങ്കിൽ പരിചയ സമ്പത്തും സൗഹൃദ വലയവും അല്ലെങ്കിൽ ഒരു ശിഷ്യഗണവും ഒക്കെയുള്ള ഒരാളായി തുളസി ടീച്ചർ പ്രവർത്തിക്കുകയായിരുന്നു. സ്വാഭാവികമായി നമുക്കറിയാം, റിട്ടയർ ചെയ്യണം, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിയേണ്ടതായിട്ടുള്ള കാലത്ത് പിരിഞ്ഞേ മതിയാവും. അപ്പൊ അവരുടെ ഈ സേവന കാലത്ത് അവർ നമുക്ക് നൽകിയ സേവനവും അവർ നൽകിയ പിന്തുണയും അവർ നൽകിയ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് കുറ്റാടിലെ പൗരാവലി, ഇവിടുത്തെ ALMC കമ്മിറ്റിയും ഇവിടുത്തെ ജനകീയമായ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ, ഈ നാട്ടുകാർ, അതുപോലെ തന്നെ അവർ പഠിപ്പിച്ച കുട്ടികൾ, ഈ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഈ നാട്ടുകാരെല്ലാവരും ആ സ്നേഹാദരവ് അവർക്ക് പകർന്നു നൽകുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായി കരുതുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും താഴേക്കടയിൽ ഏറ്റവും ജനകീയ ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ വേതനം വാങ്ങിച്ചുകൊണ്ടാണ് അവർ നടത്തി ഇത്രയും കാലം അവർ പൂർത്തിയാക്കിയത്. തീർച്ചയായിട്ടും അവർ നടത്തിയ സേവനത്തിന് നാട്ടിലെ ജനങ്ങൾ വളരെയധികം സ്നേഹവും ആദരവും അവർക്ക് നൽകുകയാണ്. ആ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങൾ അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൽ 37 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. ഈ 37 അംഗൻവാടികളിൽ 95% അംഗൻവാടികൾക്കും കെട്ടിടങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും അംഗൻവാടികൾക്ക് വയനാട് പാക്കേജിൽ ഒരു അംഗൻവാടിക്കും നമ്മുടെ MP-യുടെ ഫണ്ടിൽ നിന്ന് 3 അംഗൻവാടികൾക്കും ഇപ്പോൾ അതിന്റെ ഫണ്ട് പാസ്സായി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെടുകയാണ്. നേരത്തെയും പഞ്ചായത്തിന്റെ ഫണ്ടും വിവിധ ഏജൻസികളുടെ ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തി അംഗൻവാടികളുടെ കെട്ടിടങ്ങളുടെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കേവലം 1-2 അംഗൻവാടികൾ മാത്രമാണ് നമുക്ക് കെട്ടിടത്തിന്റെ പോരായ്മകളുണ്ട്. അത് പരിഹരിക്കുവാനുള്ള
ശക്തമായ ഇടപെടലുകൾ പഞ്ചായത്ത് ഭരണസമിതി അതിനുവേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്നതും ഈ സാമ്പത്തിക വർഷം, ഈ വരുന്ന സാമ്പത്തിക വർഷം അതിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഇടപെടൽ നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും ഏറ്റവും സൗകര്യമുള്ള കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും സൗഹൃദ അന്തരീക്ഷം നൽകുന്ന, അവർക്ക് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും അവർക്ക് കളിക്കുവാനുള്ള ഉപകരണങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും ഏറ്റവും ആധുനിക രീതിയിൽ അത് നൽകുവാനും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെയുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ ആ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇനിയും ചില പോരായ്മകളും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ആ പോരായ്മകളും കൂടി പരിഹരിച്ച് അമ്പലവയലിലെ മുഴുവൻ അംഗൻവാടികളും ഏറ്റവും മികച്ച ശൈശവ സൗഹൃദ സ്ഥാപനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നിരവധിയായ മേഖലകളിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മുഴുവൻ അംഗൻവാടികളിലും പൂരക പോഷകാഹാര പരിപാടി ഏകദേശം 70 ലക്ഷം രൂപയാണ് നമ്മൾ ആ രംഗത്ത് ചെലവഴിക്കുന്നത്. ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം 70 ലക്ഷം രൂപ പൂരക പോഷകാഹാര പരിപാടിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഏകദേശം 1 കോടിയിലധികം രൂപ ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി അനുവദിക്കപ്പെടുകയും അത് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലുമാണ്. ഇനിയും നമുക്ക് ഒരുപാട് ഫർണിച്ചറുകൾ വേണം, കളി ഉപകരണങ്ങൾ വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ചുറ്റുപാട് ഏറ്റവും മുന്തിയ പരിഗണന നൽകി അംഗൻവാടികളെ ഏറ്റവും മികച്ച അംഗൻവാടികളാക്കി നമ്മുടെ പഞ്ചായത്തിൽ നിലനിർത്തുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ അവസരത്തിൽ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല, നിരവധി ആളുകളോട് സംസാരിക്കുവാനുണ്ട്. നമുക്ക് വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ 42 വർഷക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം പകർന്നു നൽകുകയും അവർക്ക് അക്ഷര വെളിച്ചം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട തുളസി ടീച്ചർ ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുമ്പോൾ നമ്മുടെ എല്ലാം സ്നേഹം അവർക്ക് പകർന്നു നൽകുകയാണ്. അവർ നൽകിയ സേവനത്തിന്, അവർ നൽകിയ പിന്തുണയ്ക്ക്, അവർ നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച പരിചരണത്തിന്, ഈ നാട്ടിലെ മറ്റ് വിവിധ മേഖലകളിൽ അവർ നൽകിയ സേവനത്തിനൊക്കെ ഈ നാട്ടിലെ പൗരാവലിയും നമ്മുടെ ജനങ്ങളും ഇവിടുത്തെ ALMSE കമ്മിറ്റികളും ഇവിടെ നിറഞ്ഞ സദസ്സിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അംഗൻവാടിയിൽ ഇതേമാതിരി ഒരു റിപ്പയർമെൻറ്റ് ചെറിയ പരിപാടിക്ക് പോയിരുന്നു. പക്ഷെ അതിൻ്റെ ഇരട്ടി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക് ഈ അവസരത്തിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്ക് വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട തുളസി ടീച്ചർ സമാധാനപൂർണ്ണമായിട്ടുള്ളതാകട്ടെ, അവർക്ക് എല്ലാവിധ ഐശ്വര്യവും സർവേശ്വരൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ യാത്രയയപ്പ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റ് ജനപ്രതിനിധികൾ, മുൻ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർമാർ 2 പേരുടെ അംഗൻവാടി എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ തുളസി പറയും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ അംഗൻവാടിയുടെ ചരിത്രം അറിയില്ല. ഈ അംഗൻവാടി ശ്രീ N. വെള്ളൻ അന്നത്തെ അമ്പലവയൽ പഞ്ചായത്തിലെ 9ാം വാർഡ് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ് അംഗൻവാടി ഇവിടെ അനുവദിച്ചത്. പക്ഷെ ഞാനും വെള്ളനും കൂടി ഒരു കെട്ടിടം തെരഞ്ഞു നടന്നു. ഒരിടത്തും അംഗൻവാടിക്ക് പറ്റിയ കെട്ടിടമില്ല. അങ്ങനെ ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് കാലയവനിക്ക് കൂടി പറഞ്ഞുപോയ ഒത്തിരി നല്ല മനസ്സുകളുണ്ട്. അവരെ ഓർക്കാതിരുന്ന നന്ദികളെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞു വെള്ളം എന്ന് ചോദിച്ചാൽ അംഗൻവാടിക്ക് കെട്ടിടം കിട്ടിയോ? കെട്ടിടം കിട്ടിയില്ല. അപ്പൊ ആരെയാണ് ടീച്ചറായി തുളസി ആണ് എന്നുള്ളത്. അത് വേറെ 1-2 പേരോട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രമാത്രം പ്രോസസ്സുകളൊന്നുമില്ല. ഒരാൾ സന്നദ്ധമായി വരികയാണ്. കാരണം അന്നത്തെ അംഗൻവാടിയിലെ ശമ്പളം എന്ന് പറയുന്നത് ടീച്ചർക്ക് 75 രൂപയും ഹെൽപ്പർക്ക് 175, ടീച്ചർക്ക് 175 രൂപയും. ഇന്ന് 175 രൂപ കൊടുത്താൽ
ഒരാളെ 10 മിനിറ്റ് നേരം നമ്മളോട് സംസാരിക്കാൻ പോലും കിട്ടില്ല. വെറും 175 രൂപ. അരിക്ക് 1 ലിറ്റർ 1 കിലോയ്ക്ക് 3 രൂപ 4 രൂപ ഉള്ള സമയം. അതും കൂടി ശ്രദ്ധിക്കണം. 3 രൂപ 4 രൂപ അരിക്കുള്ള സമയത്ത് 175 രൂപ ശമ്പളമാണ് പോകുന്നത്. ഇന്ന് ആ ശമ്പളം കൊടുത്താൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കും. ആ സമയത്ത് കെട്ടിടത്തിന് വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല. അവസാനമാണ് മരിച്ചുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട അസംഖ്യക്കാരുടെ കെട്ടിടം നമുക്ക് വാടകയില്ലാതെ കെട്ടിടം തരികയും അതിൻ്റെ അറിഞ്ഞോ അറിയാതെയോ അതിന് പ്രസിഡന്റ് ആയിപ്പോയി. ഞാൻ തന്നെയാണ് പ്രസിഡന്റ് നോക്കുന്നത്. ഞാൻ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കുറേ കാലം ഞാൻ കമ്മിറ്റിക്ക് വിളിച്ചാൽ ആരും വരില്ല, മീറ്റിങ്ങിന് വിളിച്ചാൽ ആരും വരില്ല. അങ്ങനെ ഈ കെട്ടിടത്തിന് അംഗൻവാടിക്ക് കുറേ കാലം 10 വർഷത്തോളം ഈ കെട്ടിടം സൗജന്യമായി നമുക്ക് നൽകിയ ശ്രീ അസംബ്ലിക്കാരെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. ആദ്യമായി ICDS നിന്ന് ഇതിനൊരു കെട്ടിടം പാസ്സായപ്പോൾ ശ്രീ കുഞ്ഞു മുഹമ്മദും ഞാനും ഇപ്പോൾ നമ്മൾ ടീച്ചറുടെ ജീവിത പങ്കാളിയുമായ ശ്രീ ഭാസ്കരനുമാണ് അന്ന് കമ്മിറ്റിക്കാർ. ഞാൻ ICDS മീറ്റിങ്ങിന് പോയി. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1 ലക്ഷം രൂപ ഞാൻ കെട്ടിടത്തിന് പാസ്സാക്കിയിരിക്കുന്നത്. 15,000 രൂപയാണ് ആ കെട്ടിടത്തിന് പാസ്സാക്കിയത്. അപ്പൊ ഞാൻ ആ മീറ്റിങ്ങിന് ഇറങ്ങിപ്പോന്നു. ICDS പ്രതിഷേധിച്ചു. ഈ 15,000 രൂപ കൊണ്ട് ഇവിടെ ഒരു കെട്ടിടം വെക്കാൻ പറ്റില്ല, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് പോലും മിനിമം ഒരു 30,000 രൂപയും തരണം പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഞാൻ തുളസിയോട് വന്ന് പറഞ്ഞു, തുളസി കെട്ടിടം നമുക്ക് പോയി. അപ്പൊ തുളസി പറഞ്ഞു, എങ്ങനെയെങ്കിലും നമുക്കത് വാങ്ങിച്ചെടുക്കണം, ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ടൈമിലാണ് പിന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയത് 15,000 രൂപ. പിന്നെ ഒരു സംവിധാനം ചെയ്തത് ഇതിന് സ്ഥലം ഫ്രീ ആയി കിട്ടണം. പലരോട് ചോദിച്ച ആരും സ്ഥലം തരുന്നു. ആദ്യം പോയി ചോദിച്ചത് നമ്മുടെ മരിച്ചുപോയ കുട്ടേട്ടനോടാണ്. അപ്പൊ അവർ സ്ഥലം തരില്ലാന്ന് പറഞ്ഞു. പലരോടും പോയി ചോദിച്ച സ്ഥലമായിരുന്നില്ല. അവസാനം ശ്രീ മണക്കടവ് അച്യുതൻ അദ്ദേഹം നമ്മളോട് പോയിട്ടില്ല. അദ്ദേഹമാണ് 3 സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് അന്ന് തന്നത്. അദ്ദേഹത്തെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. കാരണം ആ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ മറന്നിട്ട് കാര്യമില്ല. ശ്രീ അസംഖ്യക്കാർ, ശ്രീ മണക്കടവ് അച്യുതൻ, ശ്രീ കോഴിശ്ശേരി കുഞ്ഞമ്മദ്. അപ്പൊ നമ്മളെ ഈ 3-4 ആളുകളെ നമ്മൾ ഓർക്കാതിരുന്നാൽ അത് നന്ദികളായിരുന്നു. അപ്പൊ അസംഖ്യക്കാർ അന്ന് ചോദിച്ചു, എന്താ കുട്ടിയെ അംഗൻവാടി പോയി പിടിച്ചോണ്ട് വരിക. അന്ന് ഈ കുറ്റാടിന്റെ സ്ഥിതി സാമൂഹ്യമായും സാംസ്കാരികമായും ആത്മീയമായും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലമാണ്. ഫിസിക്കൽ പല വീടുകളിലും പട്ടിണിയാണ്. പല കുട്ടികളും വരുന്ന ഇന്നത്തെ പോലെ നല്ല ഉപ്പായിട്ടുള്ളതല്ല. പലരും തുണി ഉടുക്കാതെ പോലും വന്നിട്ടുണ്ട്. മൂക്കട്ട വലിച്ചു വന്നിട്ടുണ്ട്. ആ കുട്ടികളെ എല്ലാം നോക്കിയിരുന്നത് ഈ സോസിയായിട്ടുള്ള കാര്യമാണ്. അന്ന് കുട്ടികൾ വിസർജിച്ചിരുന്നു. അന്ന് ടോയ്ലറ്റ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവരുടെ എല്ലാം മലമൂത്ര വിസർജനങ്ങൾ വരെ കൈകാര്യം ചെയ്ത് നോക്കിയിരുന്ന കുട്ടികളാണ്. ഇന്ന് അവർ 58 വയസ്സിലാണ്, അല്ലെങ്കിൽ 48 വയസ്സ്. 2 തലമുറകളെയാണ് ഈ കുറ്റാടിന് വേണ്ടി ശ്രീ തുളസിയുടെ ജീവിതം കൊണ്ട് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. മാനവ ചരിത്രത്തിൽ അന്തർക്കോളജിയിൽ പറയുന്നത് 25 വർഷമാണ് ഒരു തലമുറ. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ തലമുറയായിരുന്നു ഉണ്ടാകണം. 2 തലമുറകളുടെ സാംസ്കാരികമായ, സാമൂഹികമായ, ആത്മീയമായ, രാഷ്ട്രീയമായ, വിദ്യാഭ്യാസപരമായ വിത്ത് പാകൽ അടിത്തറയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ജസ്രീനൊക്കെ വന്നപ്പോൾ ഇവരെ കണ്ടപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ അതോടെ പഠിച്ചതാണ്. അന്ന് എന്താണോ പഠിച്ചത്, ഇതിന് മുമ്പ് പഠിച്ച തലമുറയും 2ാമത് പഠിച്ച തലമുറയും 3ാമത് പഠിച്ച തലമുറയും ആ സാംസ്കാരികമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രൗഢഗംഭീരമായ സദസ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന് സാംസ്കാരിക അടിത്തറ പാകിയത് ടീച്ചറാണെന്ന് പറയാൻ ചോദിച്ചു. കാരണം കുറ്റാളത്തെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയേണ്ട, ഏറ്റവും കൂടുതൽ കള്ളച്ചാലായി പഞ്ചാറുണ്ടായിരുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉണ്ടായിരുന്ന സ്ഥലം, മലയച്ചമ്പള്ളി, കുഞ്ഞാട്, അത്തിക്കുട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലവയിൽ ചെന്നാൽ നമ്മളെ വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ദീർഘകാലം ഈ മധ്യനിർവഹണ സമിതിയിലും സാക്ഷരതയ്ക്കും കുറ്റാടാണ് എന്താ ഞങ്ങൾ മലയച്ചമ്പള്ളിയാണ് എന്നെല്ലാം പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഇത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലേക്ക് ഈ സമൂഹത്തെ പടുത്തുയർത്തിയെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ആദ്യകാല സാമൂഹ്യ പ്രവർത്തന ഒരാളായ തുളസിക്കുള്ളതാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സാംസ്കാരിക വെളിച്ചം കൊടുക്കുന്നവരാണ്. അതിനുശേഷമാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തി. ഫിൻലൻഡ് എന്ന് പറഞ്ഞ
സ്കാൻഡിനേവിയൻ രാജ്യമുണ്ട്, വടക്കൻ യൂറോപ്പ്. അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് നേഴ്സറി ടീച്ചറാണ്. 5 വയസ്സ് മുതൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി വികാസം ഗർഭപാത്രം മുതൽ 5 വയസ്സ് വരെയാണ് നടക്കുന്നത്. ആ സമയത്ത് അവരെ എന്താണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്യാനേ പിന്നീട് പറ്റും, പിന്നീട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പൊ 3 വയസ്സിലാണ് തുളസിയുടെ അടുത്ത്, തുളസിയെ പോലത്തെ ടീച്ചർമാരുടെ അടുത്ത്, ഇവരെ പോലത്തെ മാതാക്കന്മാരുടെ അടുത്ത്, ഇവര് അമ്മയല്ല, രണ്ടാമമ്മയല്ല, അമ്മയാണ്. കാരണം അമ്മയേക്കാൾ കൂടുതൽ സമയം കുട്ടികളുള്ളത് ടീച്ചർമാരുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് കുട്ടികൾ 8 മണിക്ക് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് കൊണ്ട് കൊടുത്തിട്ട് പഠിക്കാൻ പോകുമ്പോൾ വൈകുന്നേരം 4 മണിക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ആ കുട്ടിയുടെ എല്ലാവിധ സ്വഭാവ വിശേഷങ്ങളും എല്ലാവിധ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവരാണ് ഇവരുടെ കുഞ്ഞുങ്ങളെ പോലെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഒരു അംഗനവാടി ടീച്ചർക്ക് ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഡോക്ടറേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നു. ഡോക്ടറേക്കാൾ കൂടുതൽ എന്താ ഒരു പൗരനെ വാർത്തുകൊണ്ടിരുന്നതിൽ അവിടുത്തെ രാജ്യം വഹിക്കുന്ന പങ്ക് വളരെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അംഗനവാടി ടീച്ചർക്ക് ഒരു പഞ്ചായത്ത് ഓഫീസിലെ പിയൂണിന്റെ ശമ്പളം പോലും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വളരെ ദുഃഖകരമായി ഞാൻ പറയുകയാണ്. മറ്റൊന്നുള്ളത്, ഈ കേരളത്തിലെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ അംഗനവാടി ടീച്ചർമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആദ്യം സംഘടന ഉണ്ടാക്കിയത് എന്റെ സുഹൃത്തായിരുന്ന ശ്രീ PT ജോണും ഞാനും കൂടി ചേർന്നിട്ടാണ്. കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് സമരം ചെയ്തു. ആ സമരത്തിന്റെ ഭാഗമായി ഞാൻ ഒരേ സമയം 2 അംഗനവാടിയെ പ്രസിഡന്റായിരുന്നു. ഒന്ന് അത്തക്കുരി റോസമ്പേട്ട അംഗനവാടിയും ഒന്ന് തുളസിയുടെ അംഗനവാടിയും. ഈ 2 അംഗനവാടിക്കും അംഗനവാടി ടീച്ചേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടാക്കിയത് ശ്രീ PT ജോണും ഞാനും ചേർന്നിട്ടാണ്. കുറെ കാലം ഞങ്ങൾ കൂടുതൽ നടന്നു. പിന്നെ ഞങ്ങൾ ആളുകളാകുമ്പോൾ ഞങ്ങൾ ഒഴിവാക്കി. അപ്പോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നും അന്നും ഇന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു അങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുഴുവൻ. അതുകൊണ്ട് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ആദരം ഒട്ടും കുറവല്ല. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾക്ക് നേരുന്നു. ഈ കുറ്റാടിലെ എനിക്ക് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് ഒരു പഞ്ചായത്ത് തല പരിപാടിയാക്കി ഇത്ര പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാക്കി മാറ്റിയതിൽ എന്റെ സംഘാടകരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ വളരെ 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 നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാവർക്കും സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയക്കാർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരെയും വേണ്ടി സംഘടന ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ആയിരം സൗകര്യം നടന്നുകൊണ്ട് എന്റെ സഹപ്രവർത്തകയായിരുന്ന ടീച്ചർക്ക് കിട്ടിയ അംഗീകാരം എനിക്ക് കൂടി കിട്ടിയ അംഗീകാരം വേണ്ടി അംഗീകാരം എടുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അംഗൻവാടിയിലെ കുട്ടികളുടെ എണ്ണം എനിക്ക് തോന്നുന്നത് 10-ൽ താഴെയാണ്. 5ഉം 6ഉം കുട്ടികളാണ് അംഗൻവാടിയിലേക്ക് വരുന്നത്. അത് തന്നെ ടീച്ചറും ആയുമെല്ലാം വീടുകളിൽ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. തുളസി ടീച്ചറിനെ അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ച കാലത്ത് നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെ സംരക്ഷിക്കുന്ന ആളായി അംഗൻവാടി ടീച്ചർ മാറുന്ന രീതി ആയിരുന്നു അന്ന്. കാരണം അച്ഛനും അമ്മയും തൊഴിലിന് പോകുമ്പോൾ വീട്ടിൽ നോക്കാൻ ഒരാൾ എന്ന രീതിയിൽ ആ രീതിയിലാണ് രാവിലെ അംഗൻവാടിയെ കൊണ്ടാക്കിയാൽ അവർ പണി കഴിഞ്ഞ് വരുന്നവരെ അംഗൻവാടിയിൽ സുരക്ഷിതമായി കുട്ടികൾ ഉണ്ടാവുമെന്ന രക്ഷിതാക്കൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അന്ന് അംഗൻവാടിയിൽ കുട്ടികളുടെ എണ്ണം അംഗൻവാടിയിലെ സീറ്റിൽ അധികമായിരുന്നു. ഇഷ്ടം പോലെ കുട്ടികളായിരുന്നു. ഇന്ന് നമ്മൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അംഗൻവാടിയുടെ വില എന്താണെന്ന് നമ്മുടെ രക്ഷിതാക്കളടക്കം മറന്നു പോകുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിത്തുടങ്ങി. നമ്മുടെ കുട്ടികളെ LKG-യിലും UKG-യിലും ഒക്കെ ആയി അംഗൻവാടിയിൽ പഠിക്കേണ്ട കുട്ടികളെയൊക്കെ നമ്മൾ മറ്റ് പല രീതിയിലേക്കും വിടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇതൊക്കെ മാറി നമ്മൾ ഗവൺമെൻറ് വലിയൊരു പൈസ ചെലവഴിച്ചുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അംഗൻവാടികളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട അറിവും ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് തുടർന്നും നമ്മുടെ അംഗൻവാടിയും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ തുടർന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ നാട്ടുകാരൊക്കെ വലിയ ഇടപെടൽ ഉണ്ടാവണം എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ ടീച്ചറുടെ അവരുടെ വിരമിച്ച കാലം മുതൽ ഇനി അവരുടെ കുടുംബത്തോടൊപ്പം തുറന്നും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണത്തിന് നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ചില ടീച്ചറെ വിളിക്കും. ടീച്ചറെ ഗോതമ്പ് ലേശം കിട്ടിയാൽ തിരക്കേണ്ടിലായിരിക്കും. ടീച്ചർ വളരെ സ്വകാര്യമായിട്ട് എല്ലാ വീടുകളിലും കുട്ടികളുടെ അടുത്തൊരു ചെറിയ കവറിലോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ അന്ന് ടീച്ചർ ഇത് എത്തിച്ചിരുന്നു. അങ്ങനെ ഒരു
അന്നദാതാവും കൂടിയാണ് ടീച്ചർ. എന്തായാലും ഒരിക്കൽ ഞാനിതുപോലെ എന്തോ ഒരു ആവശ്യത്തിന് എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഉറപ്പിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കറിവേപ്പില ഉണ്ടോ കിട്ടാനായിട്ട് ലേശം. നമ്മുടെ അവിടെ കറിവേപ്പില ഇല്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ശീമക്കൊന്നതിൻ്റെ ഇലയായാലും മതി എന്ന്. ടീച്ചർ അത് അടുത്ത കാലം വരെ ഓർത്തിരുന്നത് ഏതോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസിട്ടാണ്. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. കാരണം അത്ര ദാരിദ്ര്യമായ ഒരു അംഗനവാടിയും കൊണ്ടാണ് ഈ 42 വർഷക്കാലം, അതിലിപ്പോൾ ഒരു 10-15 വർഷത്തിന് ഇങ്ങോട്ടാണ് ഈ അംഗനവാടി വളരെ സജീവമായതും അത്യാധുനിക നിലയിലേക്കൊക്കെ മാറിയതുണ്ടായി ശ്രമിച്ചത്. അതിനു മുന്നേ വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഒരു അംഗനവാടിയാണ്. അപ്പോൾ ടീച്ചർ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ നമുക്ക് ഈ നാട്ടിൽ സൂക്ഷിക്കാനുണ്ട്. ടീച്ചർക്കുണ്ടാവും. എന്തായാലും ടീച്ചറുടെ നല്ല ഭാവി സുന്ദരമാകട്ടെ എന്ന മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ ഇനി അധികം സമയം വൈകുന്നതിന് ടീച്ചറുടെ മറുപടി പ്രസംഗത്തിന് വേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ളത് ശ്രീമതി ജിൻസി മാഡം ഉണ്ട്. അദ്ദേഹം പാമ്പള മെമ്പറാണ്. അതുപോലെ തന്നെ ശ്രീ റംല മാഡുണ്ട്. അദ്ദേഹം ആണ്ടൂർ മെമ്പർ, 10ാം വാർഡും 9ാം വാർഡും മെമ്പർമാരാണ്. അവരൊക്കെ ആശംസകൾ ഞാൻ നിങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ്. അവർ പറഞ്ഞ ടീച്ചറുടെ 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഈ യോഗം പിരിച്ചുവിടുന്നതാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാരൻ, ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ജിൻസി, അതുപോലെ തന്നെ മനസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം എൻ്റെ അംഗൻവാടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. അത് മുഴുവൻ തന്നെ ആർഷഭാരത്തിലെ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് കുറവാണ് പറയാനുള്ളത്. പക്ഷേ ഈ വേദി ഇങ്ങനെ ഒരുക്കി തന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി എനിക്ക് ഉപകാരം സമർപ്പിക്കേണ്ടായിരുന്നു. അത് വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഈ സദസ്സിൽ ആദരവുകൾ അണിയിച്ചതും എനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. പറഞ്ഞതുപോലെ ഞാൻ 1983 കുറ്റാട് നാട്ടിൽ അംഗൻവാടി ടീച്ചറായിട്ട് കയറുന്നത്. അപ്പോൾ അംഗൻവാടിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ അഗസ്റ്റിൻ അദ്ദേഹമാണ് അംഗൻവാടിക്ക് ഒരു കമ്മിറ്റി വേണം, ഈ കമ്മിറ്റിയിലൂടെ വേണം അംഗൻവാടി മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ മുമ്പ് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് പിരിവെടുക്കുകയും അങ്ങനെ കെട്ടിടം ഉദ്ഘാടനം ആകുകയും പത്തേരി പ്രോജക്റ്റിൻ്റെ 2ാമത്തെ അംഗൻവാടി ഉദ്ഘാടനമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കുറ്റാട് അംഗൻവാടി വന്നത്. ഈ അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങ് വരെ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ സേതുമാധവൻ സാറായിരുന്നു നിർവഹിച്ചത്. അന്ന് കുറ്റാട് നാട്ടിൽ ആദ്യമായിട്ടാണ് കളക്ടർ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത്. അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതും കളക്ടറെ കൊണ്ടുവന്നതും അത് നടത്തിയതും ഈ പറഞ്ഞ വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ ഈ പരിപാടിയുടെ ഇത് നോക്കിയാൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. പുതിയതായിട്ട് എനിക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. കാരണം ആ മക്കളെ എന്നെ തേടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. 42 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ കുറ്റാട് അംഗൻവാടിയിൽ കയറിയിട്ട്. ഈ 42 വർഷം കൊണ്ട് എന്താ പറയുക, അനവധി കുട്ടികൾ, കാരണം ഈ പ്രദേശത്തുള്ള കുട്ടികൾ അന്ന് വേറെ അംഗൻവാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കുറ്റാട് ഒരു അംഗൻവാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10-40 പിള്ളേര് അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ തോത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും ഈ വർഷം എനിക്ക് 14 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളാണ് ഇപ്പം എനിക്ക് വന്ന് ഉപഹാരം സമർപ്പിച്ച് പോയത്. അതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പരിപാടി ഇത്ര നല്ല രീതിയിലാക്കിയ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹവിരുന്നിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി
അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ